സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 വചനങ്ങൾ 19 മുതൽ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്ന വകൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചു അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകളുയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരരെ, നവംബർ മാസം നമുക്കറിയാം, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശുദ്ധ ബലി, നമ്മുടെ പരിത്യാഗ പ്രവൃത്തികൾ ഏറ്റവും കരുതലോടെ, സ്നേഹത്തോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണ്. മരണത്തിൽ നിന്ന് നമ്മളെ വേർപിരിഞ്ഞു പോയാൽ അവർക്ക് സ്വമേധയാ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിത്യ നരാഗ്നിയിലേക്ക് നയിക്കപ്പെട്ടവർ ഒരിക്കലും അവിടുന്ന് വിടുതൽ ലഭിക്കാതെ ആ അഗ്നിജ്വാലയിലെ, ആ വേദനയിലെ, ആ വല്ലാത്ത അന്ധകാരാവസ്ഥയിലെ അവർ ദുരന്തം അനുഭവിക്കുക. പക്ഷേ ഈ ലോകത്ത് നടക്കുന്നതെല്ലാം അവർക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരിതുണക്ക് തകർത്ത് നശിച്ച് പോകുകയാണ്. അവർ നശിക്കാതിരിക്കാൻ നീ ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ പക്കലേക്ക് അയക്കുക. പിതാവായ അബ്രാഹാം എന്താ പറഞ്ഞത്? അവർക്ക് മോശയുണ്ട്, നിയമമുണ്ട്, പ്രവാചകന്മാരുണ്ട്. മോശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിൻ്റെ പൂർണ്ണതയാണ്, 10 പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുപോലെ പ്രവചന ഗ്രന്ഥം, വചനം അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഉത്ഥിതനായ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവേദ്യമാണ്, ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, തിരുസഭ എന്ന് പറയുന്നത് വിജയസഭയും സഖന സഭയും
സമരസഭയും കൂടെ ചേരുന്നതാണ്. വിജയസഭയും സഹനസഭയും സമരസഭയും കൂടെ ചേരുന്നതാണ് തിരുസഭയുടെ പൂർണ്ണതയെന്ന് പറയുന്നത്. നമ്മൾ നവംബർ 1-ാം തീയതി ആരംഭിക്കുന്നത്, നമുക്കറിയാം നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ്. എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ തിരുസഭ ഒരു മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ആ വലിയ വിടുതലിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമാണ്. നമ്മൾ നവംബർ 1-ാം തീയതി ആഘോഷിക്കുന്നത് സകല വിശുദ്ധരുടെയും തിരുനാളാണ്. തിരുസഭ ഔദ്യോഗികമായി അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ കുറച്ച് വ്യക്തികളെ വിശുദ്ധരായി സഭയുടെ അധികാരം ഉപയോഗിച്ച് ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ വിളിക്കപ്പെടാത്ത അനേകം വിശുദ്ധാത്മാക്കൾ തിരുസഭയിലുണ്ട്, വിജയസഭയിലുണ്ട്. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിച്ച് മരിച്ചവർ അവർ വിശുദ്ധരായിട്ട് ജീവിച്ചവരാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. സ്നേഹമുള്ളവരെ, ആ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവരുടെ പുണ്യജീവിതം കണ്ട നമുക്കറിയാം അവർ സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെയാണ്. ഈ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന വിളിക്കപ്പെടാത്ത സകല വിശുദ്ധരെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ദിവസമാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം. അന്ന് നമ്മുടെ മാതാപിതാക്കളുണ്ടാകും, നമ്മുടെ പൂർവികരുണ്ടാകും, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും, നമ്മുടെ സഹോദരങ്ങളുണ്ടാകും. അവർ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം യാചിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇനി സഹനസഭ എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളാണ്. അതായത് ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ പരിപൂർണതയിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് ചെറിയ കുറവുകളുള്ള മക്കളാണ്. അവർക്ക് അവരാൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സമരസഭയിലെ മക്കളായ നമ്മളുടെ ജീവിത ക്ലേശങ്ങളും സഹനങ്ങളും വിശുദ്ധ ബലികളും പരിത്യാഗ പ്രവൃത്തികളും ഈ മക്കൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോഴാണ് ആ ആത്മാക്കൾ സ്വർഗീയ പൂർണ്ണതയിലേക്ക് ഉയർത്തപ്പെടുന്നത്. നമ്മൾ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ ബലിയും ഓരോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അനേകം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുണ്ട്. അവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഈ ബലിയുടെ യോഗ്യതയാൽ, നമ്മുടെ തപസ്സിൻ്റെ യോഗ്യതയാൽ, നമ്മുടെ ഉപവാസത്തിൻ്റെയും പരിത്യാഗ പ്രവൃത്തിയുടെയും യോഗ്യതയാൽ ഈ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ വലതുഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും അവർ നമ്മളുടെ നല്ല മധ്യസ്ഥരായിരിക്കും. അവർ തീർച്ചയായും നമുക്ക് വേണ്ടി കർത്താവിനോട് മധ്യസ്ഥം യാചിക്കുക തന്നെ ചെയ്യും. അതിനാൽ സ്നേഹമുള്ളവരെ, ഈ നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസം നിങ്ങൾ ആത്മാർത്ഥതയോടെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. കർത്താവേ, നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം നല്ല കള്ളൻ ശരിക്കും അവൻ ഒത്തിരി തിന്മ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അവസാന നിമിഷം, ദൈവമേ തെറ്റുപറ്റിപ്പോയി, എന്നോട് പൊറുക്കണമേ, ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നത്, നീയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകാരുണ്യത്തിന് വേണ്ടി യാചിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, മോനെ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലാണ്. നമ്മുടെ മാനുഷിക ദൃഷ്ടിയിൽ ഒത്തിരി പാപം ചെയ്ത വ്യക്തികളായിരിക്കും. പക്ഷെ അവർ ഹൃദയം നൊന്ത് കർത്താവിനോട് അനുതപിച്ച് പശ്ചാത്തപിച്ച്, ദൈവമേ തെറ്റുപറ്റിപ്പോയി, എന്നോട് കരുണ കാണിക്കണമേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അനുതപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുകൊണ്ട് അവർക്ക് തങ്ങളാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവർ കാത്തിരിക്കുകയാണ്.
പല വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പല വിശുദ്ധർക്കും കിട്ടിയ ദർശനത്തിൽ അടിവരിട്ട് പറയുന്നുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് തങ്ങളുടെ പരിത്യാഗ പ്രവൃത്തി കൊണ്ടും ബലികളും കാഴ്ചകളും കൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവർ വന്ന് നന്ദി പറഞ്ഞ് കടന്നു പോകുന്ന രംഗങ്ങൾ പല വിശുദ്ധാത്മാക്കളുടെയും പല മിസ്റ്റിക്കുകളുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ബലികളും കാഴ്ചകളും ഈ ആരുപോലും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തന മേഖലയിലെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകും. ഞാൻ പാമ്പാടിയിലെ നമ്മുടെ സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്തൊക്കെ ഞാൻ സാധാരണ ചെയ്യുന്നത് ആരുപോലും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുമായിരുന്നു. വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് അവരുടെ മധ്യസ്ഥം യാചിക്കും. എൻ്റേതായ ശൈലി ഞാൻ പറയും, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കാല് വാരിയേക്കരുത്, ഈശോയോട് ഇന്ന ആവശ്യത്തിന് വേണ്ടി മധ്യസ്ഥം യാചിക്കണമെന്ന്. സ്നേഹമുള്ളവർ, എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് ഈ രീതിയിൽ എനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആയുധമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുകയാണ്, ധനവാൻ, അവൻ അഡ്രസ്സില്ല, ധനവാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ലാസറിനൊരു അഡ്രസ്സുണ്ട്, അവനൊരു പേരുണ്ട്. അവൻ ഈ ലോകത്തിൽ അനുഭവിക്കാവുന്ന വേദനയുടെ പരമാവധി അവൻ അനുഭവിച്ചതാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് ഇവിടെ അടിവരയിട്ട് പറയുന്നൊരു കാര്യം, നമ്മളുടെ വേദന ഇവിടം കൊണ്ട് തീരില്ല, നമ്മുടെ നൊമ്പരങ്ങൾ ഇവിടം കൊണ്ട് തീരില്ല. നമ്മളുടെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്ന, ഞാൻ കരഞ്ഞാൽ എൻ്റെ കൂടെ കരയുന്ന, എൻ്റെ കണ്ണുനീരൊപ്പുവാൻ, എനിക്ക് സ്നേഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ സ്പർശനം തരുന്ന ആ സ്വർഗീയ സമ്മാനത്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർത്തുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് രക്ഷാകര സഹനമായിട്ട് മാറും എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, അതോടൊപ്പം തന്നെ ഈ മാസം വേദനിക്കുന്നവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ, ദാനധർമ്മം ചെയ്യുവാൻ, വേദനിക്കുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്തു കൊടുക്കാൻ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അവിടെ കായൻ ചോദിച്ചതുപോലെ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരാണോ എന്ന് ചോദിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അത് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ധനാട്ടിൻ്റെ പാതാന്ത്യത്തിൽ കിടന്ന ആ പാവപ്പെട്ട ലാസറിനോട് കരുണ കാണിക്കാതെ, അവനോട് അലിവ് കാണിക്കാതെ, അവന് കൊടുക്കേണ്ട നന്മ കൊടുക്കാതെ തൻ്റെ സമ്പത്തിൽ മതിമറന്ന് ജീവിച്ചത് കൊണ്ടാണ് ധനവാന് നരകാഗ്നിയിലേക്ക് പോകേണ്ടി വന്നത്. അതിനാൽ സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലെ നശ്വരമായ ജീവിതം ഏതാനും നിമിഷമേ ഉള്ളൂ. ആ ജീവിതയാത്രയിൽ നമുക്ക് നിത്യതയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് അവിടുത്തെ നിത്യ സമ്മാനം സ്വീകരിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ. ജീവിതത്തിൽ ചെയ്യേണ്ട കടമകൾ ഞങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അത് ഞങ്ങൾക്ക് ഉത്തരിപ്പ് കടമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അത് ഞങ്ങളുടെ വളർച്ചയ്ക്ക്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ടുണ്ട്. ആ കടം വീട്ടാൻ നമുക്ക് കടമയുണ്ട്. ആ ഒബ്ലിഗേഷൻ നമുക്ക് ഈ മാസം പൂർത്തിയാക്കാം. അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കുകയും ദൈവകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാര പ്രവൃത്തികളും തപസ്സും ഉപവാസവും വഴി നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആരുപോലും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അടുപ്പിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.